ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ അധ്യായത്തിൽ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ വിവിധ രീതിയിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയെന്നും അതിനെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലേക്ക് സ്ഥിരമായി സൂക്ഷിക്കുന്നത് എങ്ങനെയെന്നും പരിചയപ്പെടാം. ഇങ്ങനെ ഒരു ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലേക്ക് വീണ്ടും എഡിറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സിനെ സേവിംഗ് എന്നാണ് പറയുക. നമുക്ക് ഇപ്പോൾ ഈ ബിറ്റ്മാപ്പ് ഇമേജിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വിവിധ രീതിയിൽ സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. അതിന് ആദ്യമായിട്ട് സേവ് ചെയ്യേണ്ട ബിറ്റ്മാപ്പ് ഇമേജ് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം ഫയൽ മെനുവിൽ സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സേവ് ചെയ്യുന്നതിനായിട്ട് സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ Ctrl S എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിനി സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ സേവ് ചെയ്യുന്നതിനായിട്ട് നമുക്കിഷ്ടമുള്ള നെയിം ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ലാപ്പ് എന്ന ഇതിന് ഫയൽ നെയിം ടൈപ്പ് ചെയ്യാം. അതിന് താഴെയായിട്ടാണ് ഫയൽ ഫോർമാറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഏത് ഫോർമാറ്റിലാണ് ഈ ഫയൽ സേവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏറ്റവും ആദ്യം കാണുന്ന ഫയൽ ഫോർമാറ്റാണ് ഫോട്ടോഷോപ്പ് PSD എന്നത്. ഇത് ഫോട്ടോഷോപ്പിന്റെ വർക്ക് ഫയൽ സൂക്ഷിക്കുന്നതിനുള്ള ഫോർമാറ്റാണ്. നമുക്ക് ഇത് വീണ്ടും എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിന്റെ തന്നെ വർക്ക് ഫയലായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. എങ്കിലേ നമുക്ക് ഇതിൽ ലേയേഴ്സും മറ്റും അതേപോലെ തന്നെ സ്മാർട്ട് ഫിൽട്ടർ എന്നീ മറ്റും നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യത്തക്ക രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. താഴെ കാണുന്ന ഫോർമാറ്റാണ് BMP എന്നത്. നമുക്ക് MS പെയിന്റ് സോഫ്റ്റ്വെയറിൽ കാണുന്ന ഫോർമാറ്റാണിത്. അതേപോലെ തന്നെ GIF ഫയൽ ഫോർമാറ്റ്. വെബിലേക്കും മറ്റുമായിട്ട് ആനിമേഷനും മറ്റും ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നതിനായിട്ടാണ് GIF ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറയുടെ ഫോർമാറ്റുകൾ, ഫോട്ടോഷോപ്പിന്റെ EPS ഫോർമാറ്റ്, എൻക്യാപ്സുലേറ്റഡ് പോസ്റ്റ്സ്ക്രിപ്റ്റ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. ഫോട്ടോഷോപ്പിന്റെ DCS ഫോർമാറ്റ്, അതേപോലെ FXC, IFF എന്നീ ഫോർമാറ്റുകളും കൂടാതെ JPEG എന്ന ഫോർമാറ്റ്, ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. നമുക്ക് ഈ JPEG ഫോർമാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ക്ലാരിറ്റി ഉള്ളതും എന്നാൽ അതിലെ ഏറ്റവും സൈസ് കുറഞ്ഞതുമായിട്ടുള്ള ഫോർമാറ്റാണിത്. വെബിലേക്കും മറ്റുമായിട്ട് നമുക്ക് ഇമേജസ് ഷെയർ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് JPEG ഫോർമാറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിന്റെ PDF ഫോർമാറ്റ് ഇവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഫോട്ടോഷോപ്പ് റോ ഫോർമാറ്റ്, PNG ഫോർമാറ്റിൽ നമുക്ക് ഒരു നിശ്ചിത ലെയറിനെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. അതേപോലെ പോർട്ടബിൾ ബിറ്റ്മാപ്പ് ഫോർമാറ്റ്, ടാഗ ഫോർമാറ്റ്, ടിഫ് ഫോർമാറ്റ്. പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ടിഫ് ഫോർമാറ്റാണ്. കാരണം ഇതിൽ മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് ഒരു ഇമേജിനെ സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൂടാതെ നമുക്ക് ഫോട്ടോഷോപ്പ് PSD ഫോർമാറ്റ് കൂടാതെ ലേയേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഏക ഫോർമാറ്റും ടിഫ് ഫോർമാറ്റാണ്. നമുക്ക് ഇപ്പോൾ ഈ ഫയലിന് വേണ്ടി PSD ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ സേവ് ഓപ്ഷൻസ് എന്നൊരു വിൻഡോയിൽ നമുക്ക് ആസ് എ കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതിന്റെ ഒറിജിനൽ അല്ല, ഇതിന്റെ ഒരു കോപ്പി മാത്രമായിട്ടായിരിക്കും അത് സേവ് ചെയ്യപ്പെടുക. ഇനി നമുക്ക് സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫയല് സേവ് ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മറ്റൊരു ഫോർമാറ്റിൽ സേവ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഇമേജിനെ ഒന്ന് സേവ് ചെയ്ത ശേഷം അതിനെ മറ്റൊരു പേരിലോ അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫയൽ ഫോർമാറ്റിലോ സേവ് ചെയ്യുന്നതിനായിട്ടാണ് ഫയൽ മെനുവിലുള്ള സേവ് ആസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിനെ മറ്റൊരു ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ Shift Ctrl S എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ സേവ് ആസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നാം മുമ്പ് കണ്ട അതേ വിൻഡോയാണ് ഇപ്പോഴും ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ ടൈറ്റിൽ ബാറിൽ സേവ് ആസ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന ഉള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫയൽ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫയൽ ഫോർമാറ്റ് JPEG ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ JPEG ഓപ്ഷൻസ് എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ JPEG ഫയലിന്റെ ക്വാളിറ്റി ഇമേജ് ഓപ്ഷൻസ് എന്ന പേരിലൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഇതിന്റെ ക്വാളിറ്റി ലോ, മീഡിയം, ഹൈ, മാക്സിമം എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഈ സ്ലൈഡറിൽ മൂവ് ചെയ്ത് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ക്വാളിറ്റി കുറച്ചിട്ടിരുന്നാൽ നമുക്ക്
തീരെ കുറഞ്ഞ ഫയൽ സൈസിലും മറ്റു ഇമേജ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ നാം സേവ് ചെയ്ത JPEG ഫോർമാറ്റിലുള്ള ഫയലും PSD ഫോർമാറ്റിലുള്ള ഫയലും. അതുകൂടാതെ നമുക്ക് സേവ് ഫോർ വെബ് ഡിവൈസസ് എന്ന ഓപ്ഷനെ കുറിച്ച് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അതായത് വെബ്സൈറ്റിലേക്ക് വേണ്ടി ഒരു ഫയലിനെ സേവ് ചെയ്യുന്നുള്ള ഓപ്ഷനാണിത്. അതുകൂടാതെ നമുക്ക് ഫയലിനെ ഔട്ട്പുട്ട് എടുക്കുന്നതിന് എക്സ്പോർട്ട് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് പാത്ത് ടു ഇല്ലുസ്ട്രേറ്റർ എന്ന പേരിലൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതായത് ഫോട്ടോഷോപ്പിൽ പെൻ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു പാത്തിനെ നമുക്ക് അഡോബി ഇല്ലുസ്ട്രേറ്ററിലെ പാത്തായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഫയൽ മെനുവിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നും ഫോട്ടോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ലാൻഡ്സ്കേപ്പ് 8x10 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നിന്നും പെൻ ടൂൾ സെലക്ട് ചെയ്യുക. നമുക്കൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനെ പാത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ഇനി ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് ഫയൽ മെനുവിൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ പാത്ത് ടു ഇല്ലുസ്ട്രേറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സ്പോർട്ട് പാത്ത് എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് സേവ് ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാവുന്നതാണ്. ഇവിടെ പാത്ത് എന്ന ഫയൽ നെയിം അപ്ലൈ ചെയ്തു. സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ അഡോബി ഇല്ലുസ്ട്രേറ്റർ എന്ന് കാണാവുന്നതാണ്. പാത്ത്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് വർക്ക് പാത്ത് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പാത്ത് എന്ന പേരിൽ അഡോബി ഇല്ലുസ്ട്രേറ്റർ ഫയല് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് അഡോബി ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനെ പാത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിക്കുക, ഇപ്പോൾ കൺവേർട്ട് ടു ആർട്ട് ബോർഡ്സ് എന്ന പേരിലൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ക്രിയേറ്റ് ആർട്ട് ബോർഡ് ഫോർ ലീജൻസി ആർട്ട് ബോർഡ്, ക്രോപ്പ് ഏരിയാസ്, ആർട്ട് വർക്ക് ബൗണ്ടിംഗ് ബോക്സ് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമുക്കിവിടെ ലീജൻസി ആർട്ട് ബോർഡ്, ക്രോപ്പ് ഏരിയാസ് എന്നീ ഓപ്ഷനുകൾ ആക്റ്റീവ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നാം ക്രിയേറ്റ് ചെയ്ത പാത്ത് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഇതിന്റെ സ്ട്രോക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നാം ഫോട്ടോഷോപ്പിൽ വരച്ച അതേ പാത്ത് തന്നെയാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാം. ഇവിടെ നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പാത്തിനെ നമുക്ക് അഡോബി ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയറിലേക്ക് അതിന്റെ അതേ ഷേപ്പിൽ തന്നെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് എന്ന ഓപ്ഷനിലെ അടുത്ത ഓപ്ഷനാണ് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്ന ഓപ്ഷനിലെ റെൻഡർ വീഡിയോ എന്നത്, അതായത് നാം ഫോട്ടോഷോപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോയെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. നമുക്ക് അതിനായിട്ട് ഔട്ട്പുട്ട് എടുക്കേണ്ട വീഡിയോ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. ഇനി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ റെൻഡർ വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റെൻഡർ വീഡിയോ എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ലൊക്കേഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെലക്ട് ഫോൾഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലൊക്കേഷൻ എവിടെയാണ് എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ക്രിയേറ്റ് ന്യൂ സബ് ഫോൾഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ സബ് ഫോൾഡറിനകത്ത് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിനായിട്ട് ഫയൽ ഓപ്ഷൻസ് എന്ന പേരിൽ ക്വിക്ക് ടൈം എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് വീഡിയോ ഫയൽ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ 3G, FLC, AVI, DV സ്ട്രീം, ഇമേജ് സീക്വൻസ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് അതിൽ ഇമേജ് സീക്വൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിന് താഴെ ഇമേജ് സീക്വൻസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഫയൽ ഫോർമാറ്റ് JPEG ആണോ, ഫോട്ടോഷോപ്പ് ആണോ, PNG ആണോ, ടാഗ് ആണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ സെറ്റിംഗ്സ് ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ JPEG ഓപ്ഷൻസ്
നാം മുമ്പ് JPEG ഫയൽ സേവ് ചെയ്തപ്പോൾ കണ്ട അതേ ഓപ്ഷൻസ് തന്നെയാണിത്. ഇവിടെ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് ഫയൽ സ്റ്റാർട്ടിംഗ് ടു എത്ര ഡിജിറ്റ് ആണെന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡോക്യുമെന്റ് സൈസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ റേഞ്ച് നമുക്ക് എല്ലാ ഫ്രെയിമും എക്സ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എത്രാമത്തെ ഫ്രെയിം തൊട്ട് എത്രാമത്തെ ഫ്രെയിം വരെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫ്രെയിം റേറ്റ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് 25 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം റെൻഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ വീഡിയോ എക്സ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എക്സ്പോർട്ടിംഗ് നമ്മുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷനെ അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തേക്കാം. എക്സ്പോർട്ടിംഗ് പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫയൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോൾഡർ എന്ന പേരിൽ നമുക്ക് അതിന്റെ ഫയൽ കാണാവുന്നതാണ്. ന്യൂ ഫോൾഡർ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് പ്രകാരം JPEG ഫയലുകളായിട്ട് വീഡിയോ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യത്തെ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമുക്ക് കീബോർഡിൽ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്താൽ അടുത്തടുത്ത ഫയലുകൾ കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു വീഡിയോ നമുക്ക് ഇമേജ് ഫയലുകളായിട്ടോ അല്ലെങ്കിൽ ക്വിക്ക് ടൈം ഫയലായിട്ടോ ഫ്ലാഷ് ഫയലായിട്ടോ AVI ഫയലായിട്ടോ മറ്റുമൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ അഡോബി ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബിറ്റ്മാപ്പ് ഇമേജുകളും മറ്റും എഡിറ്റ് ചെയ്യുന്നതിനും അവയ്ക്ക് ആകർഷകങ്ങളായ എഫക്റ്റുകൾ നൽകുന്നതിനും നമുക്ക് അതുകൂടാതെ ധാരാളം അഡ്വർടൈസിംഗുകൾ, വെബ്സൈറ്റ് ഇന്റർഫേസുകൾ, DVD, CD ടൈറ്റിലുകൾ മുതലായവ ഡിസൈൻ ചെയ്യുന്നതിനും കൂടാതെ വീഡിയോകൾ ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിനും അവ എക്സ്പോർട്ട് ചെയ്യുന്നതിനും മറ്റും സാധിക്കുന്നതാണ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.